ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് കുടംപുളി ഇട്ട് പറ്റിച്ച ഒരു മീൻകറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ചെമ്പല്ലിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.25 കിലോളം തൂക്കം വരുന്നൊരു ചെമ്പല്ലിയാണ്. ഇതപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുടംപുള്ളിയാണ്. അപ്പോൾ നല്ല പുള്ളിയാണെന്നുണ്ടെങ്കിൽ 2 3 അല്ലെങ്കിൽ 4 അല്ലി മതിയാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 അല്ലി കുടംപുള്ളിയാണ്. ഇതുപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ മീൻകറി വെക്കുന്നതിനേക്കാളും കുറച്ച് മുന്നേ ആയിട്ട് ഈ കുടംപുളി നല്ലതുപോലെ കഴുകി വൃത്തിയായതിന് ശേഷം ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചട്ടിയിൽ വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ചട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തേക്ക് ഒരു പിടി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നവർ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ സവാളയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ അതും ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള എല്ലാം വഴറ്റിയെടുക്കുന്ന ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. തീ ഒരുപാട് കൂട്ടി വെച്ച് അടിയൊന്നും കരിഞ്ഞു പോകരുത്. പിന്നെ ഞാനിതിലേക്ക് പച്ചമുളകൊന്നും യൂസ് ചെയ്യുന്നില്ല, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള എല്ലാം ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് സാധാ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി എല്ലാവരും ചേർക്കുമെന്ന് അറിയില്ല, പക്ഷേ മീൻകറിയിൽ ഉലുവാപ്പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഒന്നും കൂടി നമ്മുടെ മീൻകറിയിൽ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ചേർക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചേർത്ത് നോക്കുക. ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുടംപുളി, അതിൻ്റെ വെള്ളം ഇപ്പോൾ എടുക്കണ്ട, ആ കുടംപുളി മാത്രം നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പുളിയുടെ പുളിപ്പും കൂടി ഒന്ന് ആ മസാലയിലേക്ക് ഇറങ്ങിക്കോളും. ഒരു 2 3 മിനിറ്റോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ആ എടുത്ത് വെച്ച വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം. വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തതല്ല, അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പുപൊടി നേരത്തെ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്ത് വെച്ചതാണ്. അത് ഭരണിയിൽ ഇതുപോലെ എടുത്ത് വെക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പൊടിയും യൂസ് ചെയ്യും. അപ്പം മീൻകറിക്ക് കൂടുതലും ഇതുപോലെ ഉപ്പുനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുനീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ മീൻ കഷ്ണം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തവി യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ കഷ്ണങ്ങളും ആ ചാറിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ആ തവി മീൻ കഷ്ണത്തിൽ മുട്ടാതെ സൈഡിലേക്ക് നീക്കിയിട്ട് വേണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മീൻ ചേർത്തതിന് ശേഷം കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. നന്നായിട്ട് കൂട്ടി വെച്ച് ഒരു തിള വന്നതിന് ശേഷം മീഡിയത്തിലേക്ക് ആക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ ഒരു തിള വന്നിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീൻ ചേർത്തതിന് ശേഷം ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യരുത്. മീഡിയത്തിൽ വേണം നിൽക്കാനായിട്ട്. മീൻ കഷ്ണത്തിലെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നിൽക്കാനായിട്ട്. ഇനി ഇതിവിടെ നിന്ന് തിളയ്ക്കട്ടെ. കുറച്ച് നേരം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. തവി യൂസ് ചെയ്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി പിടിക്കാതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഏകദേശം പകുതി നമ്മൾ മീൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. ഇപ്പോൾ തന്നെ മീനെല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ആ കറിക്ക് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയാണ് എടുക്കുന്നത്. നന്നായിട്ട് ആ ഗ്രേവി എല്ലാം മീനിൽ പിടിക്കാൻ പാകത്തിനാണ് എടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്താം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുക. സൂപ്പറാണ്. എല്ലാം അരപ്പും അതിനകത്ത് ചേർത്ത് കാരണം നന്നായിട്ട് മീനിലേക്ക് ആ പുളിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കിടന്ന് വേവുന്നുണ്ട്. ഇനി ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഗ്രേവി എല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കറി ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.